പ്രിയപ്പെട്ടവരെ, ഒരു കരിയർ എന്ന നിലയിൽ ഒരു പെർഫെക്റ്റ് ആയ ലക്ഷണമൊത്ത കരിയറിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഉന്നതമായ പൊസിഷൻ, മികച്ച വരുമാനം, കഴിവിനെ അനുസരിച്ച് മുമ്പോട്ട് വളരാനുള്ള സാധ്യത, നാട്ടിലും മറുനാട്ടിലും അല്ല വിദേശത്ത് പോലും വലിയ ജോലി സാധ്യത, ഇനി സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ ലീഗൽ അഡ്വൈസറായി പോകാനാണെങ്കിലും ഉള്ള സാധ്യതയെല്ലാം, ഇത് എല്ലാം കൂടി ഒത്തുചേരുന്നത് ചുരുക്കം ചില കരിയറുകൾക്ക് മാത്രമാണ്. അങ്ങനെ എല്ലാം തികഞ്ഞ ലക്ഷണമൊത്ത ഒരു കരിയറാണ് നിയമ മേഖല എന്ന് പറയുന്നത്. നിയമ കരിയറിന്റെ പ്രത്യേകത, അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ അവസരങ്ങളുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പ്രിയരെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതിന്റെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി സ്ഥാനമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന സുപ്രീം കോടതി ജഡ്ജി, അതിന് താഴെ അറ്റോർണി ജനറൽ, സുപ്രീം കോടതിയിലെ തന്നെ വിവിധ ജഡ്ജിമാർ, രാജ്യമെമ്പാടുമുള്ള കോടതികളിലെ നിയമം ഇഴകീറി പ്രാക്ടീസ് ചെയ്യുന്ന നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ജഡ്ജിമാർ, അഡ്വക്കേറ്റുമാർ, ഗവൺമെന്റ് പ്ലീഡർമാർ മുതൽ ജൂനിയർ അഡ്വക്കേറ്റുമാർ തുടങ്ങി വലിയ ഒരു നീണ്ട നിര തന്നെയാണ് നിയമ രംഗത്തുള്ളത്. ഒരേ സമയം പുതുമയും പഴമയും അവകാശപ്പെടാവുന്ന കരിയറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ അതീവ ഗംഭീരമായ ഗ്ലാമറുള്ള ഒരു തൊഴിൽ മേഖലയുമാണ് നിയമം. പഴമയെ പറ്റി പറയുമ്പോൾ വേദഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും പ്രതിപാദിക്കുന്ന നിയമജ്ഞരുണ്ട്. സോളമനെ പോലെ വിവേകികളായ രാജാക്കന്മാരുണ്ട്. രാജസദസ്സുകളെ അലങ്കരിക്കുന്ന നിയമ പണ്ഡിതർ, രാജഗുരുക്കന്മാർ, ഇവരെല്ലാമാണ് മുൻഗാമികളായി നമുക്ക് പറയാൻ കഴിയുക. ഇങ്ങോട്ട് പുതുമയിലേക്ക് വരുമ്പോൾ സൈബർ നിയമത്തിലും പരിസ്ഥിതി നിയമത്തിലും അന്താരാഷ്ട്ര നിയമത്തിലും എല്ലാമുള്ള പ്രാവീണ്യം നേടിയ പുതുതലമുറ വക്കീലന്മാർ, പേറ്റന്റ് നിയമം, അതുപോലെ തന്നെ കോർപ്പറേറ്റ് നിയമം എല്ലാം അരിച്ചു കലക്കി പഠിച്ചിട്ടുള്ള നിയമജ്ഞർ. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമ്മുടെ ഭാരതം സ്വതന്ത്രമായി നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം സ്വീകരിച്ചുകൊണ്ട് മുന്നേറിയപ്പോ എല്ലാവരുടെയും ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയം തൊട്ട ഭരണഘടന രചിച്ച ഡോക്ടർ BR അംബേദ്കർ, രാഷ്ട്ര നിർമ്മാണ മേഖലയിലെ തലമുറകൾ തന്നെ പിതാമഹനായ മോത്തിലാൽ നെഹ്റു, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരുടെ ഏക സമാനത എന്ന് പറയുന്നത് ഇവരെല്ലാവരും രാജ്യത്ത് അറിയപ്പെട്ടിരുന്ന മികച്ച ബാരിസ്റ്റർമാരായിരുന്നു എന്നത് തന്നെയാണ്. കാലം കഴിഞ്ഞപ്പോ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ പറന്നിറങ്ങി നിയമത്തിന്റെ ഇഴകീറി കോടതി മുറികളിൽ ഇന്ദ്രജാലം തീർക്കുന്ന പുതിയ തലമുറ നിയമ പണ്ഡിതരെ നമുക്ക് കാണാം. അവകാശ സംരക്ഷണത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി മുഖം നോക്കാതെ കോടതി വിധികൾ പറയുന്ന എത്രയോ ജഡ്ജിമാർ, വക്കീലന്മാരുടെ നീണ്ട നിരയെടുത്താൽ റാം ജത്മലാനി, നരിമാൻ, KK വേണുഗോപാൽ, മനു അഭിഷേക് സിംഗ്വി, ഹരീഷ് സാൽവെ, അശോക് ദേശായി, മുകുൾ റോത്തഗി, സോളി സൊറാബ്ജി തുടങ്ങിയവർ, അവരുടെ പ്രാവീണ്യം, അവര് വഴി നമുക്ക് ലഭിച്ചിട്ടുള്ള എത്രയെത്ര നിയമങ്ങൾ, എത്രയെത്ര വിധിന്യായങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇവര് എല്ലാം മുന്നോട്ട് വയ്ക്കുന്നതായ കരിയർ മേഖലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്.
നിയമം. നമുക്കൊന്ന് ലോയുടെ സ്പെഷ്യലൈസേഷൻ കൂടെ കാണാം. ക്രിമിനൽ നിയമങ്ങൾ, CRPC, IPC, എവിഡൻസ് ആക്ട് തുടങ്ങിയവ അതിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ വളർന്നുകൊണ്ട് വരുന്നതായ ക്രിമിനൽ മേഖല. സിനിമയിലൊക്കെ ഏറെ ആളുകളെ ആകർഷിക്കുന്നതാണ് ക്രിമിനൽ വക്കീൽമാരുടെ പ്രകടനം. സിവിൽ നിയമത്തിലേക്ക് വരുമ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ടത്, ലാൻഡുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ എത്രയോ മേഖലകളാണ് സിവിൽ കൈകാര്യം ചെയ്യുക. കമ്പനി വക്കീലന്മാരായി അറിയപ്പെടുന്ന കമ്പനി ലോയേഴ്സ് ആയിട്ടുള്ള കോർപ്പറേറ്റ് നിയമം ഇഴകീറി പഠിക്കുന്നവർ, അതുപോലെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള എഗ്രിമെന്റുകൾ തയ്യാറാക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കും. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി മനസ്സിലാക്കുന്നതായിട്ടുള്ള ഡോക്യുമെന്റ് ഡ്രാഫ്റ്റിംഗ് അഡ്വക്കേറ്റുമാർ, സൈബർ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. പുതുതലമുറയിൽ സൈബർ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ലേബർ കോർട്ടുകളിൽ ഹാജരാകുന്ന ലേബർ അഡ്വക്കേറ്റുമാർ, ലേബറുള്ളവർ, ഭരണഘടനയിലെ പുതിയ പുതിയ അധ്യായങ്ങൾ കണ്ടുപിടിക്കുകയും അത് വാദിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വക്കേറ്റുമാർ, പേറ്റന്റ് നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ലീഗൽ ജേർണലിസ്റ്റുകൾ, അതുപോലെ ലീഗൽ അഡ്വൈസർമാർ, ഗവൺമെന്റ് പ്ലീഡർമാർ, അങ്ങനെ എത്രയോ പുതിയ പുതിയ മേഖലകളാണ് ലോയുടേതായിട്ട് ഉള്ളത്. ലോയുടെ ജോബ് പ്രോസ്പെക്ട്സ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു വക്കീൽ മാത്രമല്ല, ഒരു മിയർ അഡ്വക്കേറ്റ് മാത്രമല്ല ലോ നിയമം പഠിച്ച് പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താണ് അഡ്വക്കേറ്റ് ചെയ്യുക? തന്റെ ക്ലയന്റിന് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയാണ് അഡ്വക്കേറ്റിന്റെ ജോലി. തന്റെ ക്ലയന്റിന്റെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ, നീതി, തുല്യത എല്ലാം ഉറപ്പുവരുത്താനായിട്ട് കോടതിക്ക് മുമ്പിൽ നിയമത്തിന്റെ ഇഴകീറി പഠിച്ച് ആ കാര്യം അവതരിപ്പിക്കുന്ന മിടുക്കരായ അഡ്വക്കേറ്റുമാർ ധാരാളം. രണ്ടാമത് അഡ്വൈസർമാരാണ്. ക്ലയന്റിന് വേണ്ടി ക്ലയന്റിന്റെ നിയമ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുകയും അവന്റെ ലീഗലായിട്ടുള്ള റൈറ്റ്സും ഓബ്ലിഗേഷനും ചൂണ്ടിക്കാണിക്കുകയും വ്യക്തികൾക്കും കോർപ്പറേറ്റ് ഫേമുകൾക്കും വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നവരാണ് അഡ്വൈസർമാരായിട്ടുള്ള ലോയേഴ്സ്. ഗവൺമെന്റിന് വേണ്ടി നിയമം ഇന്റർപ്രറ്റ് ചെയ്യുകയും നിയമം അപ്ലൈ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് വശം സ്ഥാപിക്കുകയും പുതിയ നിയമങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നവരാണ് അറ്റോർണിമാർ. വ്യത്യസ്തമായ വാദങ്ങൾക്ക് ശേഷം ഒരു ന്യായമായ വിധിന്യായം പുറപ്പെടുവിക്കുന്നവരാണ് ജഡ്ജിമാർ. കക്ഷികൾ വക്കീലന്മാരെ ചോദിച്ചു വാങ്ങാനായിട്ട് കഴിയാത്തതായിട്ടുള്ള കക്ഷികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന വക്കീലന്മാരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. ധാരാളം വക്കീലന്മാര് ലോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അധ്യാപകരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. LLB പഠിപ്പിക്കുന്നതായിട്ടുള്ള എത്രയോ കോളേജുകളാണുള്ളത്. അവിടെയെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് LLM പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുകൾ ഉള്ള അധ്യാപകരായ വക്കീലന്മാരുണ്ട്. ഇനി സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നതായ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടങ്ങളിൽ സൗജന്യമായും നാമമാത്രമായും എല്ലാം ഉള്ള ഫീസ് വാങ്ങി നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ധാരാളം വക്കീലന്മാര് ഉണ്ട്. ഇനി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ നിയമം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വിഭാഗം ആളുകളാണ് പാരാലീഗൽസ് എന്ന് പറയുന്നത്. അവര് കോടതിക്ക് മുമ്പിൽ പോകുന്നില്ല, പക്ഷെ നിയമം കൈകാര്യം ചെയ്യുകയും നിയമപരമായ ഉപദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്നു.
ഒരു കോടതി ആ കേസ് നടത്തി വർഷങ്ങൾക്ക് വരെ കാത്തിരുന്ന് ഒരു വിധി കിട്ടുന്നതിന് മുന്നേ തന്നെ വാദിയുടെയും പ്രതിയുടെയും വാദങ്ങൾ കേട്ട് അമിക്കബിൾ ആയ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നവരാണ് മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ലോയേഴ്സ്. ഇനി പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ കമ്പനി സെക്രട്ടറിമാരെല്ലാവരും തന്നെ ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ് എന്ന് നമുക്കറിയാം. സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ധാരാളമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ നിയമപരമായ കാര്യങ്ങൾ കമ്പനികൾക്ക് പറഞ്ഞു കൊടുക്കുക, ആ സ്ഥാപനത്തെ മികവിലേക്ക് നയിക്കുന്നവരാണ് കമ്പനി സെക്രട്ടറിമാർ. ലോയേഴ്സ് ആണ് അവരിൽ മജോറിറ്റി. ഈ കൺസൾട്ടൻസി വർക്ക് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അതായത് ഓഫീസ് ഇട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായ കൺസൾട്ടന്റുമാർ. നമ്മൾ കാണുന്നതായ മീഡിയകളിലെല്ലാം റിപ്പോർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നവർ ഉണ്ട്. ധാരാളമായി കോടതികൾ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്നതായ വിധിന്യായങ്ങൾ അത് അല്പം പോലും അതിന്റെ ആശയം ചോരാതെ മീഡിയാസിൽ എത്തിക്കുകയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായ മീഡിയ റിപ്പോർട്ടർമാരായ ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ ഒരു തൊഴിൽ മേഖല മാത്രമല്ല, വിവിധങ്ങളായ തൊഴിൽ മേഖലകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വ്യത്യസ്തമായ ജോലികളാണ് അവര് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തുടർച്ചയായി പരിചയപ്പെടുന്നത്, ഇപ്പോൾ പറഞ്ഞതെല്ലാം ഒരു വിഭാഗം ആളുകളെ മാത്രമാണ്. അതായത് ഒരു ജനാധിപത്യത്തിന്റെ 3 പില്ലറുകളായ എക്സിക്യൂട്ടീവും ലെജിസ്ലേഷനും ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ പാർട്ടിലുള്ളവരെ മാത്രമാണ്. എന്നാൽ ലെജിസ്ലേഷനിലേക്കും എക്സിക്യൂട്ടീവിലേക്കും കടക്കുമ്പോഴും അവിടെയും പ്രധാനികൾ ഈ ലോ പ്രാക്ടീസ് ചെയ്യുന്നവർ ആണ് എന്ന് കാണാം. നമ്മളുടെ തന്നെ എത്രയോ MP-മാരും MLA-മാരും MLC-മാരുമെല്ലാം അവർ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, ലെജിസ്ലേഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടത്ര നിയമ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നിയമനിർമ്മാണ സഭയിൽ ഒരു നിയമം പുതിയതായിട്ട് കൊണ്ടുവരാൻ, നിലവിലുള്ള നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അമെൻമെന്റ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല പാർലമെന്റേറിയൻ ആവണമെങ്കിൽ ആ നല്ലൊരു പാർലമെന്റേറിയൻ നല്ലൊരു അഡ്വക്കേറ്റ് ആയിരിക്കണം. തീർച്ചയായും നമുക്കറിയാം നമ്മുടെ MP-മാരിൽ മജോറിറ്റിയും ഈ ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിയമജ്ഞരായിട്ടുള്ള ആളുകളാണ്. കേരള നിയമസഭ എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും MLA-മാരിൽ ഭൂരിപക്ഷവും ഈ ഫീൽഡിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ സംസ്ഥാനത്തില്ലെങ്കിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ള MLC-മാരും ഈ കാറ്റഗറിയിൽ തന്നെ വരുന്നവരാണ്. ഇത് എല്ലാം ലെജിസ്ലേഷന്റെ കാര്യമാണ് എങ്കിൽ എക്സിക്യൂട്ടീവിന്റെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. നിയമം നടപ്പാക്കുന്നതായിട്ടുള്ള ആളുകളാണ് മന്ത്രിമാർ. ആ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുന്നവർ, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, ആളുകൾക്ക് തുല്യത ലഭിക്കുന്നതിന് വേണ്ടി നിയമങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർ, സാധാരണക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുക. ഗവൺമെന്റ് ഓഫീസുകളിലൂടെ, അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള മന്ത്രാലയങ്ങളിലൂടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാർ, പ്രധാനപ്പെട്ട സിവിൽ സർവൻസ്, നമുക്കറിയാം IAS IPS പോലെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ പേരും ഈ മേഖലയിൽ നിന്നുള്ളവരാണ്. സിവിൽ സർവീസിലേക്ക് കടക്കുന്ന ധാരാളം ആളുകൾ കാര്യമായി ഓപ്റ്റ് ചെയ്യുന്നത് LLB കഴിഞ്ഞ് സിവിൽ സർവീസിലേക്ക് പോകാനാണ്. ഏതാണ്ട് പൂർണ്ണമായും പോലീസ് ഒഫീഷ്യൽസ് നിയമം അറിയുന്നവരാണ്, നിയമം കൈകാര്യം ചെയ്യുന്നവരാണ്. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ ഒരാളെ കോടതിയിൽ ഹാജരാക്കണമെങ്കിലോ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യക്തമായി അറിയണം. അപ്പൊ ഇങ്ങനെ നിയമങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പ്രധാനമായും എന്താണ് നിയമം, ഏതെല്ലാം തരത്തിലേക്കാണ് ഇത് മുമ്പോട്ട് പോകുന്നത്, ഏതെല്ലാം മേഖലയിലാണ് ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളെ കാണുന്നത് എന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിന്റെ തുടർച്ചയായി പറയുന്ന കാര്യം
ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാൾ നിയമം മേഖലയിലേക്ക് ലോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലീഗൽ പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നയാൾക്ക് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ കഴിയും എന്നതാണ് നോക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നിഷ ടീച്ചർ ആ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിഷ ടീച്ചർ പ്ലീസ്. ഓഡിബിൾ ആണോ സർ? ഓഡിബിൾ ആണ്. ഇത് പറഞ്ഞോളൂ. ഹായ് ഓൾ, എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി നമ്മുടെ ജെയിംസ് സാറിന്റെ ക്ലാസ് മനോഹരമായിട്ട് തന്നെ സർ ഓരോ മേഖലകളെ കുറിച്ചും പറയുകയുണ്ടായി. ഇനി നമ്മൾ എല്ലാവരും ഇപ്പോൾ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് എങ്ങനെ നമ്മൾക്ക് നിയമം പഠിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇന്ത്യയിൽ നിയമം പഠിക്കാം എന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് LLB ഫോർ 3 years, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 3 ഇയർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഓണേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ LLB പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ LLB കോഴ്സിലേക്ക് പോവുകയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. +2 ശേഷം നമ്മൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഞാൻ ഈ രണ്ടെണ്ണത്തിന്റെയും കാര്യങ്ങളൊന്ന് നിങ്ങളോട് വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ 11th and 12th സ്റ്റാൻഡേർഡ് കുട്ടികളായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര്. തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. നോക്കൂ, എല്ലാ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളും എല്ലാ നാഷണൽ ലോ സ്കൂൾസും ഓഫർ ചെയ്യുന്നത് 5 ഇയർ LLB പ്രോഗ്രാം ആണ്. റാങ്കിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിലും 3 ഇയർ LLB പ്രോഗ്രാമിനേക്കാൾ ഒരു പടി മുന്നേ നിൽക്കുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോ +1 +2 പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ദിവസങ്ങൾ. നിങ്ങൾ വളരെ കുറച്ച് ദിവസം മാത്രം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല ഒരു ലോ സ്കൂളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാം LLB ഫോർ 3 years, അതായത് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ല എന്നിരിക്കെ നമുക്ക് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഗ്രാജുവേഷന് പോകണം. അതിനുശേഷം ഒരുപക്ഷെ അവർക്ക് നിയമ മേഖലയോട് താല്പര്യം വരികയാണെങ്കിൽ അവർക്ക് 3 ഇയർ LLB കോഴ്സിന് ചേരാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ഇപ്പൊ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ചേരാവുന്നതാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ചേരാവുന്നതാണ്. +1 കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. ക്ലാറ്റിന്റെ എൻട്രൻസ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. May 11th വരെ നീട്ടിയിട്ടുണ്ട്. അത് ഇനിയും ഒരു പക്ഷേ നീട്ടാനുള്ള സാധ്യതകളുണ്ട്. എക്സാം എന്നാണ് എന്നുള്ളത് ക്ലിയർ ആയി ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ബോർഡ് എക്സാംസ് പല സ്റ്റേറ്റ്സിലും ബോർഡ് എക്സാംസും CBSEയുടെ എക്സാംസും ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, വളരെ വിലപ്പെട്ട സമയമുണ്ട്. കോവിഡ് കാലത്ത് വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോവാം. എന്തിനാണ് ഞാൻ വെറുതെ സമയം കളയുന്നത്? എന്തുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോയിക്കൂടാ? എന്തുകൊണ്ട് എൻ്റെ കരിയർ ഇവിടെ വെച്ച് ബിൽഡ് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കാൻ അനുയോജ്യമായ സമയമാണ്. ഒട്ടും മടിക്കണ്ട, നിങ്ങളുടെ കൂടെ നമ്മുടെ കരിയർ ഗൈഡൻസ് സെല്ലും ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ജെയിംസ് സാറിനോട് ചോദിക്കാനുള്ളത്, പല കുട്ടികളും ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക്, നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കഴിവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്, ട്രെയ്റ്റ്സ് ആണ് അവർക്ക് വേണ്ടത് എന്ന് ജെയിംസ് സാർ ഒന്ന് ക്ലിയർ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. സാർ പ്ലീസ്. ഹലോ, കേൾക്കാൻ ടീച്ചറെ? കേൾക്കാം. ടീച്ചറെ, ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഒരു നല്ല ലോയർക്ക്
ഉണ്ടാവേണ്ടതായ ക്വാളിറ്റീസ് ആണ്. അല്ലെങ്കിൽ ലോ പ്രൊഫഷനിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ഈ കഴിവുകളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ മേഖല, ലോ ആണ് നിങ്ങളുടെ മേഖല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമുക്കറിയാം ഒരു അഡ്വക്കേറ്റിന്റെ പ്രധാനപ്പെട്ട ജോലി നിയമം കോടതിയിൽ തന്റെ കക്ഷിക്ക് വേണ്ടിയിട്ട് നിയമപരമായ കാര്യങ്ങളിൽ മുന്നേറുക എന്നതാണ്. അവിടെ നാട്ടിലാണെങ്കിലും ഇനി മറുനാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നിലവിലുള്ള കോടതിയിൽ ജഡ്ജിക്ക് മുമ്പിൽ തന്റെ കക്ഷിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ ഓറലായിട്ടും, അതായത് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. അതുപോലെ തന്നെ റൈറ്റിംഗ് കപ്പാസിറ്റി വേണം. നല്ലതുപോലെ എഴുതി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അത്യാവശ്യമുണ്ട്. നല്ല ഫ്ലൂവൻസിയോട് കൂടി ഏത് ഭാഷയാണെങ്കിലും, നാട്ടിലെ ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും അവതരിപ്പിക്കാൻ, ആ ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ജഡ്ജിക്ക് എന്താണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അതായത് വിശകലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശേഷി. കാര്യങ്ങൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കി എന്തുകൊണ്ട് ആണ് ഈ സാഹചര്യത്തിൽ എത്തിയത്, ഒരു കേസ് എടുത്താൽ ആ സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ആ സാഹചര്യത്തിൽ നിന്ന് ഇനി എന്തെല്ലാം മേഖലയിലേക്ക്, എന്തെല്ലാം തരത്തിലേക്കാണ് ആ കേസിനെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് ഇഴകീറി പഠിക്കുന്നതിനുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ല് വളരെ അത്യാവശ്യമുണ്ട്. ലോജിക്കൽ തിങ്കിങ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിന്റെ കാര്യകാരണ സഹിതം വരും വരായികൾ വിശകലനം ചെയ്തുകൊണ്ട് എങ്ങനെ തന്റെ കക്ഷിക്ക് അനുകൂലമായി കേസ് കൊണ്ടുപോകാൻ കഴിയും, അതിനനുസരിച്ച് 1, 2, 3 ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കാര്യങ്ങൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുകയും അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യണം. മറ്റൊന്ന് ജഡ്ജിക്ക് വേണ്ടിയിട്ടുള്ള കഴിവ് ആണ് ജഡ്ജ്മെന്റിന്റെ ഒരു സ്കിൽ എന്ന് പറയുന്നത്. കൃത്യമായും പല വശങ്ങളെ കേട്ടുകൊണ്ട് എന്താണ്, എങ്ങനെയാണ് ഒരു അവസാനത്തിൽ എത്തേണ്ടത്, ആർക്കും ഫേവർ ആവാതെ എന്നാൽ എല്ലാവർക്കും അനുയോജ്യമായ അനുകൂലമായിട്ടുള്ള ഒരു വിധിന്യായത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു കഴിവ് ഉള്ള ആളുകളാണ് നല്ല ലോയേഴ്സ് ആയിട്ട് കടന്നു വരേണ്ടത്. അതുപോലെ ഒരു ഒരു കേസ് വന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട മുമ്പ് മറ്റു കോടതികളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്തരത്തില് ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള കേസുകൾ വന്നിട്ടുള്ളത്, അവിടെ ഉണ്ടായിട്ടുള്ള വിധിന്യായങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ഒരു ഗവേഷണ മനസ്ഥിതിയോട് കൂടി തന്നെ പഠിക്കുക. ഓരോ കേസിലും അതുപോലെ തന്നെ ആ കേസിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളും ആ കേസിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും കോടതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു റിസർച്ച് മെന്റാലിറ്റി ഉള്ള ആളുകളാണ് ഈ ലോയർ ആയിട്ട് കടന്നു വരേണ്ടത്. അസാമാന്യമായ ഹാർഡ് വർക്കിംഗ് ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ലോയറുടേത്. ഒരു ദിവസം കൊണ്ട് ഒരു കേസ് തീരില്ല. തുടർച്ചയായി ആ കാര്യത്തിൽ ഇൻവോൾവ് ആവുകയും തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കുകയും ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള ഉപരിപ്ലവമായിട്ട് ഒരു കാര്യം പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്തതുകൊണ്ടാവില്ല. അത് കൂടുതൽ ഡെപ്ത് ആയിട്ട് പഠിക്കണം, കൂടുതൽ സമയമെടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്ക് മാത്രമാണ് ഈ മേഖലയിൽ ശോഭിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്രിയേറ്റിവിറ്റിയുടേത്. ഒരു കേസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യം ഉണ്ടായത് എന്ന് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സാഹചര്യം പുനഃസൃഷ്ടിച്ചുകൊണ്ട് അതിൽ വരുന്ന ലൂപ്പ് ഹോൾസ് എന്തെല്ലാമാണ് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ആ കണ്ടെത്തൽ കോടതിയിൽ പ്രസന്റ് ചെയ്ത് തന്റെ കക്ഷിയെ രക്ഷപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തന്റെ കക്ഷിക്ക് അനുകൂലമായിട്ട് ഒരു വിധി നേടാനായിട്ട് ഒരു ക്രിയേറ്റീവ് മെന്റാലിറ്റി, ഒരു ക്രിയേറ്റിവിറ്റിയോട് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാണ് ലോയർ ആവാനായിട്ട് സാധിക്കും. നല്ല ഒരു ലീഡർഷിപ്പ് സ്കിൽ വേണം. ഞാൻ മുമ്പ് പറഞ്ഞപ്പോ കമ്പനി സെക്രട്ടറിഷിപ്പിന്റെ കാര്യം പറഞ്ഞു. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പനി സെക്രട്ടറി പോലെയുള്ള മേഖലയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ഒരു ടീം വർക്കാണ് പലപ്പോഴും ഉള്ളത്. ഒരു ലോ ഫേം ആണ്. ഒരു ലോ ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ, ആരൊക്കെയാണ് എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുക, അവർക്ക് ആ ജോലികൾ അസൈൻ ചെയ്ത് കൊടുക്കുക,
അവിടെ വരുന്നതായിട്ടുള്ള പോരായ്മകൾ മനസ്സിലാക്കുകയും ഒരു ടീം എന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യാനായിട്ടുള്ള എക്സലന്റ് ആയ ഒരു ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളായിരിക്കണം അവിടെ വരേണ്ടത്. കാര്യങ്ങളെ കോംപ്രിഹെൻസ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തുകയും ഒക്കെ ചെയ്യാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ആൾ വേണം ഈ ഫീൽഡിലേക്ക് കടന്നു വരേണ്ടത്. എടുക്കുന്ന കേസിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഉറച്ച മെന്റാലിറ്റി, ഉറച്ച സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്നയാൾ. സമയം ഒരു പക്ഷേ മുമ്പോട്ട് കടന്നു പോകാം, പക്ഷെ അവിടെയെല്ലാം നല്ല ഉറപ്പോടുകൂടി കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയും കക്ഷിക്ക് വേണ്ടത്ര മനോബലം പ്രദാനം ചെയ്യുകയും വിജയം ഉറപ്പാണ് നമുക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും എല്ലാം ചെയ്യാൻ വേണ്ട ഒരു ഉറപ്പ്, ഒരു ഫെയർനെസ് വളരെ അത്യാവശ്യമുണ്ട്. അതുപോലെ തങ്ങൾക്ക് അനുകൂലമായിക്കോണം എല്ലാ സമയത്തും വിധി എന്നും നിർബന്ധമില്ല. അല്ലെങ്കിൽ എല്ലാ വാദങ്ങളും താൻ പറയുന്നത് പോലെ ബാക്കിയുള്ളവർ കേട്ടോണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് എതിരെയുള്ള ആർഗ്യുമെന്റ് ഉണ്ടാവാം. എതിരെ വക്കീലിന്, എതിരെ ലോയർക്കും ഇതുപോലെ തന്നെ ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മളുടെ ഒരു സെൽഫ് കൺട്രോൾ വളരെ അത്യാവശ്യമുണ്ട്. കാര്യങ്ങളെ വളരെ അവധാനതയോടുകൂടി കാണുകയും അതിനോട് പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുകയും അതിന് തന്റെ കക്ഷിക്ക് കുറച്ചുകൂടി വ്യക്തമാവുന്ന രീതിയിൽ, അതിന് അനുകൂലമാവുന്ന രീതിയിലൊക്കെ കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലുള്ള ആളായിരിക്കണം ഒരു നല്ല അഡ്വക്കേറ്റ്. അതുപോലെ നല്ലൊരു നിഗമനത്തിൽ എത്താനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. എങ്ങനെയായിരിക്കണം ഇതിന്റെ ഒരു അവസാനം എന്ന രീതിയിലേക്ക് ഒരു നല്ല നിഗമനം, അതുപോലെ തന്നെ നല്ലൊരു നിരീക്ഷണ പാഠവും, നമ്മൾ പെർസിവറൻസ് എന്നൊക്കെ പറയുന്ന നല്ലൊരു നിരീക്ഷണ പാഠവുമുള്ള ആളായിരിക്കണം. മറ്റാരും കാണാത്ത പോയിന്റുകൾ, തന്റെ കേസിലെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതായിട്ടുള്ള പോയിന്റുകൾ ആയിരിക്കണം ജഡ്ജിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് കഴിയേണ്ടത്. അതിനേക്കാളൊക്കെ പ്രധാനമായും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ്, ഒരു സോഷ്യൽ ഔട്ട്ലുക്ക് വളരെ അത്യാവശ്യമുണ്ട്. കാരണം ഇത് നമ്മൾ നിൽക്കുന്നത് നീതിയുടെ, നിയമത്തിന്റെ വശത്താണ്. സമൂഹത്തിലെ ആളുകൾക്ക്, പിന്നോക്കം നിൽക്കുന്നതായ ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്നതായ ആളുകൾക്ക് ഒക്കെ ഒരു സാമൂഹ്യ നീതിയും തുല്യതയും അവകാശ സംരക്ഷണത്തിനും ഒക്കെ പ്രവർത്തിക്കുന്നതിന് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് സോഷ്യൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിന് എപ്പോഴും പോസിറ്റീവായി, സമൂഹത്തിൽ എപ്പോഴും ഒരു നന്മ വിതറാനായിട്ട് കഴിയുന്നതായ ഒരു ആളായിട്ട് വേണം മുമ്പോട്ട് വരാൻ. അങ്ങനെ വ്യത്യാസമുള്ള ഒരു ക്വാളിറ്റികളുടെ സമ്മിശ്രിതമാണ് ഒരു നല്ല അഡ്വക്കേറ്റ് ഉണ്ടാവേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടും അത്തരത്തില് ഇങ്ങനെ പല ക്വാളിറ്റീസ്, ഒരു മൾട്ടി ക്വാളിറ്റികളുടെ സമ്മിശ്രിതമാണ് ഒരു നല്ല അഡ്വക്കേറ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ലോ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് അറിയേണ്ടത്. ലോ വിദ്യാഭ്യാസത്തെ പറ്റി, ഇന്ത്യയിലെ വ്യത്യസ്തമുള്ള ലോ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് അറിയേണ്ടത്. അനീഷ ടീച്ചറെ, നമുക്ക് ഇന്ത്യയിൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിയമ വിദ്യാഭ്യാസം. ടീച്ചർ അതിനെ പറ്റി ഒന്ന് പറയാമോ? ഹലോ ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓഡിബിൾ ആണ്, ടീച്ചർ പറഞ്ഞു. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ലോയർക്ക് വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇനി അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ലോ പെർസ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾക്ക് ഡ്രീം ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഇപ്പോ ഇവിടെ വെച്ച് ഇപ്പൊ തൊട്ട് അല്ലെങ്കിൽ നേരത്തെ തൊട്ട് ഒരു പക്ഷേ ലോയറായി നിങ്ങൾ ഡ്രീം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഡ്രീം ചെയ്യുമ്പോൾ ടോപ്പ് 5 ലോ സ്കൂൾസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് ടോപ്പ് 5 ലോ സ്കൂൾസ്? നമുക്കറിയാം, എല്ലാ നാഷണൽ യൂണിവേഴ്സിറ്റികളും നാഷണൽ ലോ സ്കൂൾസും കംസ് അണ്ടർ ദ ടോപ്പ് കാറ്റഗറി. പിന്നെ there are 23 നാഷണൽ ലോ സ്കൂൾസ്. 22+1 എന്ന എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി അടുത്തത് രണ്ടാമത്തേതായിട്ട് സിംബയോസിസ് പൂനെക്ക് അവർ എൻട്രൻസ് ടെസ്റ്റും നടത്തുന്നുണ്ട്. പൂനെയിലെ മാത്രമല്ല പല സ്ഥലങ്ങളിലും അവർക്ക് ക്യാമ്പസുകളുണ്ട്. പൂനെയിലുള്ള ക്യാമ്പസ് ആണ് മോസ്റ്റ് റാങ്കിങ്ങിന്റെ ടോപ്പ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ ദർ ഇസ് ILS പൂനെ ഉണ്ട്,
ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂൾ ഉണ്ട്. ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനാഷണലി റാങ്ക് 5 ആണ് ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂളിന്. Then there are many private and government universities and also ഈ കാറ്റഗറിയിലെല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ലോ കോളേജ് ആണ്, ലോ യൂണിവേഴ്സിറ്റി ആണ് ഗവൺമെന്റ് ലോ സ്കൂൾ ബോംബെയിലുള്ളത്. അപ്പൊ ഡിയർ സ്റ്റുഡൻസ് റെഡി ആയിക്കോളൂ. നമുക്ക് ഇപ്പൊ തന്നെ എങ്ങനെയൊക്കെ ഈ ടോപ്പ് ലോ സ്കൂൾസിൽ പ്രവേശനം ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സർ. പ്രധാനപ്പെട്ട ഈ നാഷണൽ ലോ സ്ഥാപനങ്ങളുണ്ട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ, അതൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും സർ. നമ്മുടെ കുട്ടികള് ഒരു പക്ഷേ ചെറിയ ക്ലാസ് തൊട്ടിട്ട് തന്നെ ലോയെ കുറിച്ച് ഡ്രീം ചെയ്യാനായിട്ട് തുടങ്ങിയ കുട്ടികൾ ധാരാളം ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ഡ്രീമിൽ വരുന്ന 3 ലോ സ്കൂൾസ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് NLU ബാംഗ്ലൂർ, second one is Nalsar Hyderabad, and third one is NLU Calcutta. നോക്കൂ, നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ഡ്രീം ഉണ്ട്. നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച്, നമ്മളുടെ പ്രൊഫഷനെ കുറിച്ച്, നമ്മൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങുന്നതിനെ കുറിച്ച്, പഠിക്കുന്നതിനെ കുറിച്ച് പല കാര്യം. പക്ഷേ ലോ സ്റ്റുഡൻസ് ഡ്രീം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനമാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇപ്പൊ തുടങ്ങി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ NLU ബാംഗ്ലൂർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നൾസാർ ഹൈദരാബാദിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ NLU കൊൽക്കട്ടയില് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിഷൻ കിട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ്? നമ്മൾ വെറുതെ ഡ്രീം ചെയ്താൽ പോരാ. നോക്കൂ, നമുക്ക് ധാരാളം സമയമുണ്ട് ഇപ്പോൾ ഡ്രീം ചെയ്യാൻ. വീട്ടിലിരുന്ന് നമുക്ക് ഡ്രീം ചെയ്താൽ മതി അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചില കുട്ടികൾക്ക്, സയൻസിലെ കുട്ടികൾക്ക് മാത്രമാണ് പ്രാക്ടിക്കൽ എക്സാംസ് ഉള്ളത്, വേറെ കൊമേഴ്സിലെ കുട്ടികൾക്കും കുറച്ച് പ്രാക്ടിക്കൽ എക്സാംസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇഷ്ടം മാതിരി സമയം നമ്മളുടെ മുന്നിലുണ്ട്. ഈ കാണുന്ന ഓരോ കുട്ടിയും ഈ ആദ്യത്തെ 3 റാങ്കിങ് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു നാഷണൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്, ഡ്രീം ചെയ്യാം. നമുക്ക് എത്ര വേണമെങ്കിലും ഡ്രീം ചെയ്യാം. പക്ഷേ നോക്കൂ, ഏകദേശം ഈ വർഷം ആപ്ലിക്കേഷന്റെ എൻട്രി ക്ലോസ് ആയിട്ടില്ല. 75,000 തൊട്ടിട്ട് 1,00,000 വരെ ആപ്ലിക്കൻസ് നമ്മളുടെ ക്ലാറ്റ് എക്സാമിന് ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആ ക്ലാറ്റ് എക്സാമില് ആദ്യത്തെ 1500 സീറ്റുകൾ മാത്രമേ ഈ 23 നാഷണൽ. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. അതായത് എലിജിബിലിറ്റി എന്ന് പറയാമോ? അതായത് ഏതെല്ലാം കുട്ടികൾക്കാണ് നമുക്ക് LLB-യിലേക്ക് തിരിയാൻ കഴിയുക, അവർക്ക് എത്ര പെർസെന്റേജ് മാർക്ക് വേണം, അങ്ങനെയൊന്ന് പറയാമോ? തീർച്ചയായിട്ടും സർ. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ, നോക്കൂ കുട്ടികളെ, വളരെ ബ്രോഡ് മൈൻഡഡ് ആണ് നമ്മളുടെ ക്ലാറ്റ് ടീം എന്ന് പറയുന്നത്. ക്ലാറ്റ് എന്നല്ല, ലോ സ്ട്രീം തന്നെ വളരെ ബ്രോഡ് മൈൻഡഡ് ആണ്. നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി. 45% തൊട്ട് 50%, 45% to 50%. ചില യൂണിവേഴ്സിറ്റികൾ 45% ആണ് ജനറൽ കാറ്റഗറിക്ക് പറയുന്നത്. മറ്റു യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പറയുന്നത് 50% ആണ്. അപ്പോ 45 to 50% മാർക്സ് കിട്ടിയ ആർക്കും ക്ലാറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിയർ സ്റ്റുഡൻസ്, SC/ST കുട്ടികളാണെങ്കിൽ 40% മാർക്ക് മതി. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഒരു പക്ഷെ നിങ്ങൾ ക്ലാറ്റ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളാവാം. ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നിങ്ങൾ നാഷണൽ ലോ സ്കൂള് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഹലോ കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം ടീച്ചർ പറഞ്ഞു. ഞാന് ബ്രേക്ക് ആയിട്ടില്ലല്ലോ സർ? ഇല്ല പറഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ നമ്മള് ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ക്ലാറ്റിന്റെ സ്കോർ മതി, എന്റെ +2 മാർക്സ് വേണ്ട എന്നുള്ള ചിന്താഗതി ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും.
നോക്കൂ, നമ്മൾ ഒരു പക്ഷെ നമ്മൾക്ക് ഏറ്റവും നല്ല ആദ്യത്തെ 200 റാങ്കിൽ തന്നെ കിട്ടി, അല്ലെങ്കിൽ ആദ്യത്തെ 15 റാങ്കിൽ വന്നു, നമ്മള് ബാംഗ്ലൂർ ലോ സ്കൂളിൽ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ നിയമപഠനവുമായിട്ട് മുന്നോട്ട് പോണ സമയത്താണ് നമ്മൾക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആഗ്രഹം വരുന്നത്. ആ സമയത്ത് നിങ്ങള് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാം ഹാർവാർഡിൽ കിട്ടുന്നതിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് IIM ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സമയമാകുമ്പോൾ കൺസിസ്റ്റൻസി ഇൻ 10th and 12th മാർക്സ് ആർ എസെൻഷ്യൽ. 12th മാർക്സ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ടോട്ടൽ സീറ്റുകളൊക്കെ ഒന്ന് പറയാമോ? ടോട്ടൽ സീറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ. ഓക്കെ സർ, എന്നെ കാണുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യൂ സർ. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ 1500 തൊട്ടിട്ട് 1500 23 ലോ സ്കൂളുകളിൽ 1500 സീറ്റ്സ് ആണ് നമ്മൾക്കുള്ളത്. ആ 1500 സീറ്റ്സിൽ 1000 സീറ്റ്സ് മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കുള്ളത്. നോക്കൂ, നിങ്ങൾക്ക് പിന്നെയും ഞാൻ പറയാണ്, ടോപ്പ് 3 ലോ സ്കൂൾസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ യു ഷുഡ് ബി എമംഗ് ആദ്യത്തെ 200 റാങ്കുകളിൽ പെട്ടിട്ടുള്ള ആളായിരിക്കണം. അല്ല, നിങ്ങൾക്ക് ആദ്യത്തെ 10 ലോ സ്കൂളുകളിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ 10 ലോ സ്കൂളിലാണെങ്കിൽ നിങ്ങൾക്ക് 500 റാങ്കിന്റെ ഉള്ളിൽ നിങ്ങൾ വന്നിരിക്കണം. അതായത് ഈ ക്ലാറ്റ് കുട്ടികൾ ആദ്യത്തെ 1% ടോപ്പ് 1% മാത്രമാണ് ക്ലാറ്റില് ക്വാളിഫൈ ചെയ്യുന്നത്, നല്ല നാഷണൽ ലോ സ്കൂളിലേക്ക് പ്രവേശനം കിട്ടുന്നത്. ഓക്കെ സർ. ടീച്ചറെ, ക്ലാറ്റിനെ പറ്റി ഒന്ന് കുറച്ചുകൂടെ വിശദമാക്കാമോ? ക്ലാറ്റിനെ പറ്റി ഒന്ന് പറയാമോ? ക്ലാറ്റിനെ പറ്റി പറയാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലേ സർ? എനിക്ക് കാണുന്നില്ല സ്ക്രീന്. സ്ക്രീൻ ഉണ്ടല്ലോ ടീച്ചറെ, കിട്ടുന്നില്ല. ഇല്ല. ക്ലിയർ ആണല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ കിട്ടുന്നുണ്ട്. സ്ക്രീൻ ചേഞ്ച് ആയിട്ടില്ല, എലിജിബിലിറ്റിയിൽ തന്നെയാണ്. ഓക്കെ, ക്ലാറ്റ് ഓക്കെ, എക്സാം ക്ലാറ്റ് ടോട്ടൽ ഇനി ക്ലാറ്റ്. ഓക്കെ, ഓക്കെ സർ, ക്ലാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ് എന്ന് പറയുന്നത്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. നോക്കൂ, ക്ലാറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ്. നോക്കൂ, ക്ലാറ്റിന് ആഗ്രഹിക്കുന്ന ഓരോ കുട്ടിയും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഫ്രീക്വന്റ്ലി വിസിറ്റർ ആയിരിക്കണം ക്ലാറ്റിന്റെ വെബ്സൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കയറിയിരിക്കണം. നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഔട്ട് ഓഫ് ദർ ആർ 23 നാഷണൽ ലോ സ്കൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 23 നാഷണൽ സ്കൂൾസിൽ 22 നാഷണൽ സ്കൂൾസും ക്ലാറ്റിന്റെ സ്കോറാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതിന്റെ റാങ്കിങ് ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി ഡൽഹി നാഷണൽ ലോ സ്കൂൾ 23ാമത്തെ ലോ സ്കൂൾ, ദേ കണ്ടക്ട് ദെയർ ഓൺ എക്സാം. ആ എക്സാമിന്റെ പേരാണ് ഏലറ്റ് എന്നാണ് ആ എക്സാമിന്റെ പേര്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഒരു വിസിറ്റർ ആയിരിക്കണം, ക്ലാറ്റിന്റെ കൺസോർഷ്യത്തിന്റെ വെബ്സൈറ്റിന്റെ ഫോളോവർ ആയിരിക്കണം.
ഓക്കെ സർ, ക്ലാറ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഹലോ ഹലോ. ആ സർ, കേൾക്കുന്നുണ്ട് സർ. ജെയിംസ് സാർ കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ സാർ. ഇനി നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. 1500 സീറ്റ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് UG ക്ലാറ്റ് 2021 ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ? 2021 ക്ലാറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. UG ക്ലാറ്റ് 2021 ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആൻഡ് റീസണിങ് സ്കിൽസ് ആണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ ധാരാളം സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവും, ധാരാളം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവും, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും തന്നെ നമ്മൾക്ക് ക്ലാറ്റിന് വേണ്ട. ക്ലാറ്റ് ഹാസ് ദെയർ ഓൺ പാറ്റേൺ. കാണാപ്പാഠം പഠിക്കുന്നതൊന്നും തന്നെ ക്ലാറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അവര് ഇവാലുവേറ്റ് ചെയ്യുന്നത് കോംപ്രിഹെൻഷൻ ആൻഡ് റീസണിങ് സ്കിൽസ് ആണ്. മാത്രമല്ല, ദേ ആർ ഇവാലുവേറ്റിംഗ് ദ എബിലിറ്റീസ് ഓഫ് ദ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റീസ് ആണ്. ഓരോ സർക്കംസ്റ്റൻസിലും എങ്ങനെയാണ് അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന കാര്യങ്ങളാണ് ക്ലാറ്റ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ടീച്ചറെ, അതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയാമോ? എക്സാം പാറ്റേൺ എങ്ങനെയാണ്? ക്ലാറ്റ് എക്സാം എന്ന് പറയുന്നത് എത്ര സമയമാണ്, എത്ര മാർക്കാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ? ഓക്കെ, തീർച്ചയായിട്ടും സർ. ക്ലാറ്റിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 150 ആണ്. കഴിഞ്ഞ വർഷമാണ് ക്ലാറ്റിന്റെ സിലബസ് മാറിയത്. ഈ 2020 തൊട്ടിട്ട് എക്സാം പാറ്റേൺ 150 മാർക്കാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. നോക്കൂ, വളരെ ഈസിയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 മാർക്സ് നെഗറ്റീവ് ആണ്. അതായത് 4 എണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് മിസ്സാവും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? 2 മണിക്കൂറുണ്ട്, 150 മാർക്കാണ്, നെഗറ്റീവ് മാർക്സും ഉണ്ട്, 150 ക്വസ്റ്റ്യൻസുമാണ് ക്ലാറ്റിന് ചോദിക്കുന്നത്. ഓക്കെ, ഹലോ ടീച്ചറെ, കേൾക്കാമോ? കേൾക്കാം. ടീച്ചറെ, ഇത് സബ്ജക്ട് വൈസ് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് പറയാമോ? എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് പറയാമോ? തീർച്ചയായിട്ടും സർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പാറ്റേണിലേക്ക് സബ്ജക്ട് വൈസ് ലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 28 to 32 questions ആണ്. That is 20% of the question paper. നോക്കൂ, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മാറിയ പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ചോദിക്കുന്നത് കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കോംപ്രിഹെൻഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇനി അതോ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളാവുമ്പോ തൊട്ടിട്ട് അച്ഛനും അമ്മയും വീട്ടിൽ സ്ഥിരം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ വായിക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മൾക്ക് അത് വളരെ തമാശയായിട്ടാണ് തോന്നിയത്. കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് ആയപ്പോൾ നമ്മളോട് ടീച്ചേഴ്സ് ഒക്കെ പറയാൻ തുടങ്ങി, ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കണം, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കണം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഫോളോ ചെയ്യണം. നോക്കൂ ഡിയർ സ്റ്റുഡൻസ്, ഈ വരുന്ന ഓരോ കോംപ്രിഹെൻഷൻ പാസേജും നിങ്ങളുടെ ഏറ്റവും നല്ല ന്യൂസ് പേപ്പേഴ്സ് ഹിന്ദുവിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നോ ഉള്ള എഡിറ്റോറിയൽസും അതേപോലെ അതിലെ മേജർ ന്യൂസുകളുമാണ്. സോ ഇത് ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജന്മസിദ്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവം തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോ അതിനുള്ള സമയമാണ്. മൊബൈൽ ഒന്ന് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്ക് നോക്കാം. അപ്പൊ 28 to 32 ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7 to 9 questions 7 questions ഫ്രം ഹിന്ദു എഡിറ്റോറിയൽസ് ആയിരുന്നു. അതേപോലെ പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നും ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടായിരുന്നു. ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് ഈ കാറ്റഗറി എല്ലാതും തന്നെ മേജർ ആയിട്ട് കോംപ്രിഹെൻഷൻ പാറ്റേൺ ആണ്.
ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവര് കോംപ്രിഹെൻഷനിൽ കൂടിയാണ് ചോദിക്കുന്നത്. 450 വേർഡ്സിന്റെ പാസേജ് ആണ് ഓരോ കോംപ്രിഹെൻഷനുമായിട്ട് തരുന്നത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 35 തൊട്ടിട്ട് 39 വരെയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് വരെ ചോദിക്കുന്നത് ഫ്രം ദ ന്യൂസ് പേപ്പേഴ്സ്. നമ്മൾക്ക് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് തന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നോക്കൂ, 25% ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ കവേഴ്സ് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡിംഗ് GK. അപ്പൊ എത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇതിൽ കൂടി മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ലീഗൽ റീസണിങ് ആണ്. ലീഗൽ റീസണിങ് ആയാലും നമ്മൾക്ക് ഇതേപോലെ 35 തൊട്ട് 39 വരെ ക്വസ്റ്റ്യൻസ് ആണ്. റഫ്ലി 25% ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്നുണ്ട്. ഇതും ഇതേപോലെ കോംപ്രിഹെൻഷൻ പാസേജുകളാണ്. അപ്പോൾ നോക്കൂ, ഇന്ന് തൊട്ട് ഇപ്പൊ തൊട്ടിട്ട് ഇവിടെ തൊട്ടിട്ട് ന്യൂസ് പേപ്പേഴ്സ് വായിക്കാത്തവരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിക്കോളും. ലോജിക്കൽ റീസണിങ് 28 തൊട്ടിട്ട് 32 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് 20% ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കവർ ചെയ്യുന്നത്. ഇനിയാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പല ആളുകൾക്കും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് എന്ന് പറയുന്നത് ഒരു വില്ലനാണ്. ജീവിതത്തിൽ അവരൊരു വില്ലനായിട്ടാണ് മാത്സിനെ കാണുന്നത്. നോക്കൂ, നമ്മൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസും ക്ലാറ്റിന് ഇല്ല. 13 തൊട്ട് 17 വരെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ക്ലാറ്റ് എക്സാംസിന് ചോദിക്കുന്നത്. പലപ്പോഴും കുട്ടികൾ അങ്ങോട്ട് മാറ്റിവെക്കും. എന്ത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അങ്ങോട്ട് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. പക്ഷേ ഈ 10% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്കിങ്ങിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ബേജാറാവണ്ട. 12th സ്റ്റാൻഡേർഡിലെയോ 11th സ്റ്റാൻഡേർഡിലെയോ ഒരു മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ക്ലാറ്റ് എക്സാമിന് ഉണ്ടാവില്ല. 6th സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ക്ലാറ്റിന് ചോദിക്കുള്ളൂ. അതൊന്ന് റിവൈസ് ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി എ ക്ലാറ്റ് ടോപ്പർ. ഓക്കെ സർ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി നമ്മൾക്ക് ക്ലാറ്റ് 2021 കൺസോഷ്യത്തെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു കൺസോഷ്യത്തിന്റെ വെബ്സൈറ്റ് ക്ലിയർ ആയിട്ട് എല്ലാ വർഷവും എല്ലാ സമയവും എല്ലാ ദിവസവും ഒരുപക്ഷെ എല്ലാ മണിക്കൂറും തന്നെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കൺസോഷ്യം എന്താണ് ചെയ്യുന്നത്? കൺസോഷ്യം കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എന്തിലേക്കൊക്കെയാണ് കൺസോഷ്യം ഗൈഡ് ചെയ്യുന്നത്? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ തരുന്നുണ്ട്. മാത്രമല്ല അവർ തരുന്നത് ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻസ് തരുമ്പോഴും അതിന്റെ അടിയിലായിട്ട് അവര് സോഴ്സ്, ഏത് സോഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ സോഴ്സും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ആ ഭാഗത്തേക്ക് നമ്മൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ കൺസോഷ്യത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. രണ്ടാമത്തത് അവര് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് ക്ലാറ്റ് നല്ല സ്കോറോട് കൂടി വിജയം നേടാനായിട്ട് കൊയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് അവർ തരുന്നുണ്ട്. എക്സസൈസസ് ഫോർ ഈച്ച് സബ്ജക്ട്സ് അവർ തരുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊന്ന് റെഡി ആയാൽ മതി. പേരൻസ്, കേൾക്കുന്ന ഓരോ പേരൻസും അമിതമായ പ്രാധാന്യം എഞ്ചിനീയറിംഗിനും മെഡിസിനും കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു വലിയൊരു അവസരം നമ്മളുടെ കുട്ടികളെ തേടിയെത്തുന്നുണ്ട് എന്നുള്ളത്. അനാവശ്യമായി മെഡിസിനും എഞ്ചിനീയറിംഗിനും വേണ്ടിയിട്ട് ടെൻഷൻ കൊടുക്കുന്ന ഓരോ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നല്ലൊരു മേഖലയാണ് ക്ലാറ്റ് എന്നുള്ളത്. ടോപ്പർ ആവാനായിട്ടുള്ള സ്ട്രാറ്റജികൾ ഒന്ന് പറഞ്ഞുതരാമോ? എനിക്ക് ഉറപ്പായും സീറ്റ് കിട്ടണമെന്നുണ്ട്. അപ്പോ എന്തെല്ലാം സ്ട്രാറ്റജിയാണ് നമ്മൾ അതിനുവേണ്ടി? തീർച്ചയായിട്ടും സർ, സ്ട്രാറ്റജീസ് ഫോളോ, ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്ന വേണം. എല്ലാവർക്കും ടോപ്പർ ആവാൻ പറ്റുന്നില്ല. നമുക്കറിയാം ഒരു ടോപ്പർ അല്ലെങ്കിൽ 200 ടോപ്പേഴ്സ്, ആദ്യത്തെ 200 റാങ്കുകളിൽ വരിക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ആദ്യത്തെ 500 റാങ്കുകളിൽ വരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നമ്മൾക്ക് ആ ലക്ഷ്യം നേടണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി വേണം. എന്താണ് ഈ കൺസിസ്റ്റൻസി? ഇന്ന് ഞാൻ മാത്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി.
എന്നിട്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തു. വളരെ എളുപ്പത്തിൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മാത്സ് പിന്നെ പേപ്പർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പൊ എന്റെ കൺസിസ്റ്റൻസി, എന്റെ സ്പീഡ് അവിടെ നഷ്ടമാവുകയാണ്. കൃത്യമായിട്ടൊരു പാറ്റേണോട് കൂടി, ടൈം ടേബിളോട് കൂടി ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ വെറുതെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഇനി നമ്മൾ ഈ 3 മാസത്തിന്, എന്നാണ് ക്ലാറ്റിന്റെ ഡേറ്റ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഇപ്പൊ ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് പ്രാക്ടീസ് ടെസ്റ്റ്. എളുപ്പമല്ല, നമ്മൾക്കൊരു പക്ഷെ പേപ്പറൊക്കെ വായിക്കുന്ന ആളായിരിക്കും നമ്മള്, പക്ഷേ നമ്മൾ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? പ്രാക്ടീസ് ഇസ് ലൈക്ക് എ മിറർ. അതായത് മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ മുഖം നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെയാണ് പ്രാക്ടീസ് ടെസ്റ്റ്. ഒരു ഡയഗ്നോസിസ് ആണ്. നമ്മൾ നമ്മളുടെ അസുഖത്തെ തിരിച്ചറിയാണ്. ഏത് സബ്ജക്റ്റ് ആണ് എനിക്ക് മോശമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയാണ്. ഏത് സബ്ജക്റ്റ് ആണ് എൻ്റെ ബെസ്റ്റ് എന്നുള്ളത് തിരിച്ചറിയാണ്. തീർച്ചയായിട്ടും കുട്ടികളെ ഓരോ വീക്കിലും 3 മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അത് വെറുതെ ചെയ്താൽ പോരാ, അത് അനാലിസിസ് നിങ്ങൾ നടത്തണം. ഏറ്റവും ബെസ്റ്റ് അനാലിസിസ് സെൽഫ് അനാലിസിസ് ആണ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രാക്ടീസ് കൺസിസ്റ്റൻസിയും പ്രാക്ടീസ് ടെസ്റ്റും മോക്ക് ടെസ്റ്റും കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടൈം മാനേജ്മെന്റ് നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. ടൈം മാനേജ്മെന്റ് നമുക്കറിയാം, 150 ക്വസ്റ്റ്യൻസ് ആണ് 2 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ തീർക്കേണ്ടത്. അതിന് നമുക്ക് ടൈം മാനേജ്മെന്റ്, സ്പീഡ്, ആക്യുറസി എല്ലാം വേണം. റീഡിങ് കേപ്പബിലിറ്റി വേണ്ടേ? സ്പീഡ്, എത്ര സ്പീഡിൽ നമ്മൾ കോംപ്രിഹെൻഷൻ ചോദിക്കുന്നത് മുഴുവൻ കോംപ്രിഹെൻഷൻ ആണ്. GK ആയാലും ഇംഗ്ലീഷ് ആയാലും ലോജിക് ആയാലും ഒക്കെ ചോദിക്കുന്നത് കോംപ്രിഹെൻഷൻ ആണ്. 450 വേർഡ്സിൽ. അപ്പൊ നമ്മളുടെ സ്പീഡ് എത്ര കൂടണം? സോ ടൈം മാനേജ്മെന്റ് വേണം. അതിനു വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഡിയർ സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളോട് പറയുന്നതിന് സങ്കടമുണ്ട്. ഈച്ച് ടോപ്പർ, ഓരോ വർഷത്തെയും ടോപ്പറിന്റെ ക്രൈറ്റീരിയ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നത് എത്രയോ കാലം അവർ മൊബൈൽ ഫോൺ മാറ്റിവെച്ചു, സോഷ്യൽ മീഡിയയെ അവർ മാറ്റിവെച്ചു, കോണ്ടാക്ട്സ് അവർ മാറ്റിവെച്ചു. ഒരുപക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ സമയത്തായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് വിളിക്കുന്നത്, നോക്ക് ഇന്ന് അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ +2 സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇന്ന് ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടും വരണം. അങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ വേറെ ഒരാള് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നതോ, അല്ലെങ്കിൽ വേറെ ഒരാള് ടൂർ പറയുന്നതോ നമ്മൾ വാട്സാപ്പിൽ കൂടി മൊബൈലിൽ കൂടി ഹിയർ ചെയ്യുമ്പോൾ നമ്മളുടെ സമയമാണ് അവിടെ നഷ്ടമാവുന്നത്. സോ റെഡ്യൂസ് ഡിസ്ട്രാക്ഷൻ, സോഷ്യൽ കോണ്ടാക്ട്സ് ആൻഡ് അതേപോലെ മൊബൈൽ ടൈമിങ്സ് നിങ്ങളൊന്ന് 1 മണിക്കൂർ മാറ്റി വെച്ചോളൂ. ബാക്കിയുള്ള സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കൂ. പുട്ട് എ ഷെഡ്യൂൾ യു ലവ് ഫസ്റ്റ്. നോക്കൂ, ഏതൊരു കാര്യമാണെങ്കിലും ആദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആദ്യം ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് ഏറ്റവും ഇഷ്ടമുള്ളെങ്കിൽ അത് ചെയ്യൂ. ചില കുട്ടികൾക്ക് മാത്സ് ആയിരിക്കാം അധികം ഇഷ്ടമുണ്ടാവുക. അപ്പൊ അവര് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്ന് തുടങ്ങട്ടെ. അതിന് സ്പീഡ് കിട്ടുമ്പോൾ വളരെ അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നും. അപ്പൊ അവർ അടുത്തതിലേക്ക് പോകും. ഓക്കെ സ്റ്റുഡൻസ്, സക്സസ് ഇസ് എ ഹാബിറ്റ് ബേസ്ഡ് ഓൺ സെൽഫ് ഇവാലുവേഷൻ. വേറെ ഒന്നുമല്ല സക്സസ്. നമ്മളുടെ സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സെൽഫ് ഇവാലുവേഷൻ. നിങ്ങൾ സ്വയം ആലോചിച്ചോളൂ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഇനി എത്ര നിങ്ങൾക്ക് ഉയരണം, എവിടെ നിങ്ങൾക്ക് എത്തണം. അതന്നെയാണ് നിങ്ങളുടെ സക്സസ് തീരുമാനിക്കുന്നത്. ഓക്കെ സർ, ഈ സ്ട്രാറ്റജീസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചറെ. ഒരു കാര്യം ചെയ്യാമോ ടീച്ചറെ, ഈ ക്ലാറ്റ് ബേസ്ഡ് ആയിട്ട് വേറെയും ചില ലോ സ്കൂളുകളൊക്കെ എടുക്കുന്നുണ്ട്. ക്ലാറ്റിന്റെ ലിസ്റ്റിൽ നിന്ന് തന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് എടുക്കുന്നതായിട്ടുള്ള. തീർച്ചയായിട്ടും സർ, ഞാൻ നേരത്തെ പറഞ്ഞു നാഷണൽ ലോ സ്കൂൾ 22 നാഷണൽ ലോ സ്കൂളിലേക്കാണ് ക്ലാറ്റ് സ്കോർ നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് പോരാണ്ട് അതിനുപരിയായിട്ട് വേറെ ലോ സ്കൂൾസും ക്ലാറ്റ് എടുക്കുന്നുണ്ട്, ക്ലാറ്റിന്റെ സ്കോർ എടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം എനർജി ഡെറാഡൂണിലുള്ള ഈ പെട്രോളിയം എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് BTech LLBയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മള് BA LLBയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, BSc LLBയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, BCom LLBയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, BBA LLBയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതേപോലെ BTech LLBയും ഉണ്ട്. ഡിയർ സ്റ്റുഡൻസ്,
സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് BTech BBA എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ആഗ്രഹം അത് എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുക. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയോട് സംസാരിക്കുകയുണ്ടായി. ആള് സിംബയോസിസില് പഠിക്കുന്ന കുട്ടിയാണ്, 3rd year ആയി, 4th year ആയി. അപ്പോ ആൾ എടുത്തിരിക്കുന്നത് BBA LLB ആണ്. ഒരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണ്. അച്ഛൻ IAS ഓഫീസറാണ്, ബ്രദർ IAS ഓഫീസറാണ്. അപ്പോ അയാൾക്കും ഇതേപോലെ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകാനാണ് താല്പര്യം. എന്നോട് പറഞ്ഞു, ആന്റി, ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ BBA LLB എന്നുള്ളത്. ഞാൻ BA LLB എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സിവിൽ സർവീസിലേക്ക് അതെനിക്ക് കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു. BBA LLB ഓപ്റ്റ് ചെയ്യേണ്ടത് മാനേജ്മെന്റിലേക്ക് പോകുന്ന കുട്ടികളാണ്. ഓക്കെ, അതേപോലെ BCom LLB എന്ന് പറയുമ്പോൾ ധാരാളം കുട്ടികൾ LLB കഴിഞ്ഞിട്ട് CA, സെക്രട്ടറിഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് BCom LLBയിലേക്ക് പോകേണ്ടത്. ഇനി നമ്മൾക്കറിയാം, BTechനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി വരുന്ന ഒരു മേഖലയാണ് BTech LLB. ഇനി നോക്കൂ, ഇൻഡോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ ഉണ്ട്, അതേപോലെ നിർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ അഹമ്മദാബാദ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് IIM റോട്ടക്കില് LLB സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അവരും ഈ ക്ലാറ്റ് സ്കോറിന്റെ ബേസിസിലാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ ടീച്ചറെ, നമുക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാറ്റ് എക്സാമിനേഷനെ പറ്റിയാണ്. ഇന്ത്യയില് ഒരു ആൾക്ക് ലോ ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ട് വേറെയും ധാരാളം പരീക്ഷകളുണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് കേരളത്തിലാണെങ്കിൽ CLE എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ മറ്റു പരീക്ഷകൾ ഏതൊക്കെയാണ് ഇതൊന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം? തീർച്ചയായിട്ടും സർ, ക്ലാറ്റില് മാത്രം ബേസ്. ഇനി ഏറ്റവും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്ലാറ്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു ക്ലാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ബാക്കി എല്ലാ എക്സാംസും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്ലാറ്റിന്റെ സിലബസ് ആൻഡ് പാറ്റേൺ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മോക്ക് ടെസ്റ്റും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ലോ സ്കൂളിൽ വേണമെങ്കിലും പ്രവേശിക്കാം. വേറെയും ക്ലാറ്റ് അല്ലാണ്ട് വേറെയും അത് ലോ എക്സാംസ് ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ എയിൽനെറ്റ്, ഡൽഹി എൽനെറ്റ് അല്ല, ഐലറ്റ് ആണ്, സോറി, ഐലറ്റ് ആണ്. ഡൽഹി ലോ സ്കൂളില് നമ്മൾ പറഞ്ഞു 23ാമത്തെ ലോ സ്കൂൾ, ഡൽഹി ലോ സ്കൂൾ, ദേ ആർ കണ്ടക്ടിങ് ദെയർ ഓൺ എക്സാം. അവരുടെ എക്സാം ആണ് ഐലറ്റ് എന്ന് പറയുന്നത്. 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് 1.5 മണിക്കൂർ മാത്രമേ എക്സാമിന് നമുക്ക് സമയമുള്ളൂ. ടൈം ഡ്യൂറേഷൻ 1.5 മണിക്കൂറാണ്. അതായത് നോക്കൂ, 40 സെക്കൻഡ് ഇല്ല, കൃത്യമായിട്ട് എത്ര സെക്കൻഡ് ഉണ്ട് എന്ന് നോക്കൂ. ഓക്കെ, ഇനി സെറ്റ് സിംബയോസിസ് പൂനെ. നമുക്ക് സിംബയോസിസിന് പൂനെയിൽ മാത്രമല്ല ക്യാമ്പസ്, ധാരാളം ഹൈദരാബാദിലും പല പല സ്ഥലങ്ങളിലെ ക്യാമ്പസുകളുണ്ട്. ഇനി MHCT മഹാരാഷ്ട്ര ലോ കോളേജ്, ഗവൺമെന്റ് ലോ കോളേജ് ആണ്, പക്ഷെ ഭയങ്കര റാങ്കിങ് ഉള്ള ഒരു ലോ കോളേജ് ആണ്. നല്ലതാണ്. ക്ലീ നമ്മളുടെ കേരളത്തിലുള്ള ഏത് ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കും ഏത് പ്രൈവറ്റ് കോളേജുകളിലേക്കും കിട്ടണമെങ്കിൽ നമ്മൾ ക്ലീ എഴുതിയേ പറ്റൂ. കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കുസാറ്റ് ലോ വളരെ നല്ലതാണ്, മികച്ച നിലവാരം ഉണ്ട്, നല്ല റാങ്കിങ് ഉള്ള ഒരു സ്ഥാപനമാണ്. ഇനി നിങ്ങളോട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, എയിൽനെറ്റ്. അതായത് ആർമിക്ക് ഒരു ലോ സ്കൂൾ ഉണ്ട്, വളരെ കുറവ് സീറ്റ് മാത്രമേ ഉള്ളൂ, 50-60 സീറ്റ് മാത്രമേ ഉള്ളൂ. ആർമി ലോ സ്കൂൾ പഞ്ചാബിലാണ്, മൊഹാലിയിലാണ്. ഈ ആർമി ലോ സ്കൂള് അവരും അവരുടേതായിട്ടുള്ള എൻട്രൻസ് നടത്തുന്നുണ്ട്. എനിക്ക് അതല്ല നിങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് ഡിഫൻസ് മേഖല, ആർമി എന്നുള്ളത്. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, എനിക്ക് ആർമിയിലേക്ക് വരണം, ഏത് മേഖലയാണ് എനിക്ക് ചൂസ് ചെയ്യാൻ, എങ്ങനെയാണ് ഞാൻ ആർമിയിലേക്ക് എത്തുക? ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാണ്, നമ്മള് LLB ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർമിയിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന്റെ പേര് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്നാണ്. ഈ
എല്ലാ വർഷവും 2 പ്രാവശ്യം ഈ പോസ്റ്റിനുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യാറുണ്ട്. LLBക്ക് 50% മാർക്ക് കിട്ടിയ ഏതൊരു കുട്ടിക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പെൺകുട്ടികള് വളരെ ഉഷാറായിട്ട് ധൈര്യത്തോടു കൂടിയിട്ട് ആർമിയിൽ പ്രവേശിക്കും. നല്ലൊരു പോസ്റ്റാണ് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. നോക്കൂ, മാത്രമല്ല നമ്മള് പോസ്റ്റൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ കൊല്ലത്തിലെ 2 പ്രാവശ്യം ആപ്ലിക്കേഷൻ കോൾ ഫോറും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഇപ്പൊ വേക്കൻസിയുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും റീസെന്റ് ആയിട്ട് കോമ്പറ്റീഷൻസും വളരെയധികം കൂടി വരുന്ന ഒരു മേഖലയായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോ ഇനി ഈ കേൾക്കുന്ന ഓരോ പെൺകുട്ടിയും ഇതിന് ട്രൈ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ആഗ്രഹം, മനസ്സിലുള്ള ഒരു ഇഷ്ടം ഞാൻ പറയുകയാണ്. ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞു മാത്സ് പലപ്പോഴും നമ്മളുടെ മുന്നിൽ ഒരു വില്ലനായിട്ട് വരാറുണ്ട് എന്ന്. മാത്സ് ഇല്ലാത്തൊരു ലോ എൻട്രൻസിനെ പറ്റി പലരും ചോദിക്കാറുണ്ട്. LSAT അങ്ങനെ ഒരു എക്സാം ആണ്, മാത്സ് ഇല്ല. അതിൽ കോംപ്രിഹെൻഷൻ സ്കില്ലും റീസണിങ് സ്കില്ലും ആണുള്ളത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ LNAT വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ LNATന്റെ സ്കോർ എടുക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂൾ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂള് നമ്മളുടെ റാങ്കിങ്ങിൽ ഇന്റർനാഷണലി 5th റാങ്ക് വരുന്ന ഒരു ലോ സ്കൂളാണ്. പക്ഷെ ഫീസ് കുറച്ച് ഹയർ സൈഡിലാണ് ഫീസ് ഉള്ളത്. പക്ഷെ LSATന് നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി പലപ്പോഴും നമ്മൾ ഇതൊക്കെ കേട്ട് പലതരം എൻട്രൻസുകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും, ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ മാത്രമാണോ നമ്മൾക്ക് LLB? എനിക്ക് പുറത്തു പോയിട്ട് UK പോയിട്ടാണ് LLB ചെയ്യാൻ ആഗ്രഹം. നല്ല ആഗ്രഹമാണ്. അങ്ങനെയുള്ള കുട്ടികൾ എഴുതേണ്ട എൻട്രൻസ് എക്സാം ആണ് LNAT. LNAT ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് UK പോയിട്ട് എക്സാം എഴുതാം. ഇതിലും ഇതേപോലെ മാത്തമാറ്റിക്സ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ JMT, ദാറ്റ് ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ഉണ്ട്. അവരുടെ എൻട്രൻസ് ടെസ്റ്റിന്റെ പേരാണ് JMT. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, they are conducting their own entrances. AMU അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി is conducting their own entrance. അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി is also conducting their own entrance exams. So ഇതാണ് ക്ലാറ്റിന് പുറമേയുള്ള ബാക്കി മേജർ ആയിട്ടുള്ള എൻട്രൻസ് എക്സാംസ്. ഓക്കെ സർ, ക്ലിയർ ആയോ? ക്ലിയർ ആണ് ടീച്ചറെ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കാര്യമാണ്. കേരളത്തിൽ നമുക്ക് പല സ്ഥാപനങ്ങളുണ്ടല്ലോ, ലോ കോളേജുകളുണ്ട്, ലോ അക്കാഡമി ഉണ്ട്, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സാറ്റിലെ ലോ സ്കൂളുണ്ട്, അതുപോലെ നാഷണൽ ന്യൂഹാൽസ് ഉണ്ട്. ഇത്തരത്തിലെ കേരളത്തിലെ ലോയുടെ സാധ്യതകളെ പറ്റി ഒന്ന് പറയൂ. തീർച്ചയായിട്ടും സർ, നമ്മളിൽ പല കുട്ടികൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന പല കുട്ടികൾക്കും ഒരു പക്ഷേ കേരളത്തിന് പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് നാഷണൽ സ്കൂൾസ് ആണ് നിങ്ങളുടെ സ്വപ്നം. 22 നാഷണൽ സ്കൂളുകളിൽ ഒന്നാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കുട്ടികളെ. നിങ്ങൾക്ക് ന്യൂവാൽസ് ഉണ്ട് കൊച്ചിയില്, കളമശ്ശേരിയിലെ ന്യൂവാൽസ് ഉണ്ട്. നമ്മളുടെ ക്ലാറ്റ് നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ, നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കൊച്ചിയിലുള്ള ന്യൂവാൽസില് അഡ്മിഷൻ കിട്ടും. പിന്നെ അതിന് പുറമെ ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കൊച്ചിയിൽ ന്യൂവാൽസിന്റെ സൈറ്റിൽ തന്നെ കയറി നോക്കണം. അതേപോലെ വേറെ ഏതൊക്കെയോ സൈറ്റുകളിൽ ഞാൻ കണ്ടതാണ്, ചില സ്ഥലങ്ങളിൽ ചില സ്റ്റേറ്റ്സിൽ പെൺകുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ട് ഒന്ന്. അതേപോലെ സ്റ്റേറ്റ് കോട്ടകളുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇനി അടുത്തത് കുസാറ്റ് ആണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് കുസാറ്റ് ഉള്ളത്. നമുക്കറിയാം കളമശ്ശേരിയാണ്. വളരെ നല്ല റാങ്കിങ് ഉള്ള കുസാറ്റിൻ്റെതായിട്ടുള്ള എൻട്രൻസ് ഉണ്ട്. അത് എഴുതണം. നല്ല നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം ഓരോ ലോ കോളേജിലേക്കും, കേരളത്തിലുള്ള ഓരോ ഗവൺമെന്റ് ലോ കോളേജിലേക്കും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അതേപോലെ പ്രൈവറ്റ് കോളേജിലേക്കും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എഴുതിയിരിക്കണം. 320 ഗവൺമെന്റ് സീറ്റ്സ് ആണ് കേരളത്തിലുള്ളത്. അതേപോലെ 915 പ്രൈവറ്റ് സീറ്റ്സും ആണ് ഉള്ളത്. ഇനി നമ്മൾ റാങ്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു
ലോ അക്കാഡമി ട്രിവാൻഡ്രം നല്ല റാങ്കിങ് ഉള്ള ഒരു സ്ഥാപനമാണ്. അതേപോലെ ട്രിവാൻഡ്രം ലോ കോളേജ്, എറണാകുളം ലോ കോളേജ്, പിന്നെ ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് ലോ കോളേജ് എല്ലാം തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് മേക്സ് മാൻ പെർഫെക്റ്റ്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കേൾക്കുണ്ടായി, ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കാലിക്കറ്റ് ലോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുട്ടി ഇപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഏത് കോളേജിലല്ല, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ടെൻഡൻസിയാണ്, ആ തീരുമാനമാണ് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ സർ, ക്ലിയർ ആയോ? ക്ലിയർ ആണ് ടീച്ചറെ. ഒരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ, അതായത് ഇപ്പൊ കേട്ടപ്പോഴത്തേക്കും എന്തോരം ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവനുള്ള എത്രയോ സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ വർഷവും എത്രയോ കുട്ടികളാണ് പുറത്തിറങ്ങുന്നത്. ഇവരെല്ലാവരും പുറത്തിറങ്ങിയാൽ ഇവർക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇവർക്ക് ഇന്ത്യയിലെ ലോ പ്രൊഫഷന് മുമ്പോട്ടുള്ള ഒരു സാധ്യത ഉണ്ടോ? ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവില്ലേ? സർ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം, നമ്മൾക്ക് ആകെ പരിചയമുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്നും കണ്ടുവരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് കോട്ടും വൈറ്റ് ഷർട്ടും ഇട്ട് കോടതിയിൽ പോകുന്ന വക്കീലന്മാരെയാണ്. ഏകദേശം 15 ലക്ഷത്തോളം അഡ്വക്കേറ്റ്സ് നമ്മളുടെ രാജ്യത്തുണ്ട്. 4 തൊട്ട് 5 ലക്ഷം വരെ സ്റ്റുഡൻസ് ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. പക്ഷെ സർ, 25% ഗ്രോത്ത് ഉണ്ട് ഈ പ്രൊഫഷന് എന്നുള്ളതാണ്. ഈ പ്രൊഫഷൻ ഇസ് ഗ്രോയിങ്. നോക്കൂ, വെറും ലിറ്റിഗേഷൻ മാത്രമല്ല പ്രൊഫഷൻ എന്ന് പറയും. പണ്ട് നമ്മൾ സിനിമയിൽ കണ്ടിരുന്നത് കോടതിയിൽ പോവുക, കേസില്ലാത്ത വക്കീല്, ഫീസിന് വേണ്ടി സീനിയേഴ്സിന്റെ പിന്നാലെ നടക്കുന്ന വക്കീല്, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് വക്കീലന്മാരുടെ കാലമാണ്. എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നല്ല ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, നാഷണൽ ലോ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ 4th ഇയർ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകാൻ പോലും മൾട്ടിനാഷണൽ കമ്പനികള് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ നമുക്ക് പലപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ എത്ര സാലറി ഒക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്, ഇവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ? എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗിന് പിന്നാലെ കുട്ടികൾ ഇത്രയധികം പോകുന്നത്? ബിക്കോസ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. എന്നിട്ട് എല്ലാ കുട്ടികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. ധാരാളം കുട്ടികൾ സ്കില്ലില്ലാതെ പുറകിൽ നിൽക്കുന്ന കുട്ടികൾ ധാരാളം ഇപ്പോ ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, 2019 കണക്ക് പ്രകാരം 2019 കണക്ക് പ്രകാരം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുട്ടികൾ 100% പ്ലേസ്മെന്റ് ആണ്, 10% പ്ലേസ്മെന്റ് ആണ്. ഒരു കുട്ടി പോലും വെറുതെ നിൽക്കുന്നില്ല. ഇനി അവരുടെ സാലറി നോക്കുകയാണെങ്കിൽ, ആവറേജ് സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ, സർ നമുക്ക് അവരുടെ സാലറിയെ കുറിച്ചൊന്ന് പറഞ്ഞാലോ? തീർച്ചയായിട്ടും ടീച്ചറെ. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ 3 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്. അതായത് പവർ, മണി, പവർ ആൻഡ് പ്രസ്റ്റീജ്. ഈ 3 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഇന്നത്തെ ജനറേഷൻ കൊടുക്കുന്നത് പൈസക്കാണ്, മണിക്കാണ് എന്ന് തോന്നുന്നു. നോക്കൂ, ക്യാമ്പസ് പ്ലേസ്മെന്റോട് കൂടി പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് 23 ലക്ഷം average of an 23 lakhs, 23 lakhs, ranging from 10 lakhs to 50 lakhs per year. നോക്കൂ, 10 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ സാലറി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടാം. അതായത് ബട്ട് എല്ലാവർക്കും കിട്ടില്ല. എങ്ങനെ വേണം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊഫൈൽസ്. നിങ്ങളെ ഹാർഡ് വർക്ക്. കഴിഞ്ഞ ദിവസം കുറച്ചു കാലമായിട്ട് ലോ പ്രാക്ടീസ് ചെയ്യാത്ത, 7 വർഷമായിട്ട് ലോ പ്രാക്ടീസ് ചെയ്യാതെ ഇപ്പൊ ഫീൽഡിലേക്ക് ഇറങ്ങിയ ഒരു കുട്ടിയായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു സങ്കടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ പുതിയൊരു ഡ്രാഫ്റ്റിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുക. ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവര്
എത്ര അവരെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു പരാജയമാണോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല, ഒരു പരാജയവുമല്ല, ഇതാ ഇപ്പൊ ദിസ് ഇസ് യുവർ ടൈം, ഇപ്പൊ യു ക്യാൻ പ്രിപ്പയർ, യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയർ ഫ്രം നൗ. ആ കുട്ടി കൃത്യമായിട്ട് 2 മാസം ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പഠിച്ചു. നൗ ഷീ ഈസ് പ്ലേസ്ഡ് ഇൻ ദുബായ്. ഒരു കമ്പനിയിൽ ആൾക്ക് പ്ലേസ്മെന്റും കിട്ടി. ഓക്കെ, അത് ആൾ അത്രയും ഡിറ്റർമിനേഷൻ ആയിരുന്നു, അത്രയും ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൽ പെടുന്ന പുറത്തിറങ്ങുന്ന കുട്ടികളിൽ top 10% of the employees earn more than 35 lakhs per year. ഒരു കൊല്ലത്തെ പാക്കേജ് ആണ് ഇപ്പൊ ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന പാക്കേജ് ആണ് ഈ പറയുന്നത്. 35 ലക്ഷത്തോളം ഒരു കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആള് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ലോ കോളേജിൽ നിന്ന് LLB പാസ് ഔട്ട് ചെയ്ത ആളാണ്. ഇപ്പോൾ ഷീ ഈസ് എ വൈസ് പ്രസിഡന്റ് ഓഫ് എ ഷിപ്പിംഗ് കമ്പനി. ആള് UK-യിലാണ് വർക്ക് ചെയ്യുന്നത്, ഫ്രാങ്ക്ലിൻ. ആ സമയത്ത് ചില ദിവസം ഞാൻ ആളോട് ചോദിക്കുമ്പോൾ ആള് പറയും ഇന്ന് ഞാൻ ദുബായ് ആണ്. പിറ്റേ ദിവസം ഞാൻ ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ സിംഗപ്പൂരാണ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് ആള് പറയും അയ്യോ ഞാൻ ഇംഗ്ലണ്ടിൽ ഒരാഴ്ച റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും ഇതൊക്കെ വളരെ ഈസി ആയിട്ട്, കുറച്ച് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നേടാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, നോക്കൂ, ഒന്ന് വേറിട്ട് ചിന്തിക്കാൻ നമുക്ക് തുടങ്ങാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കരിയർ കീഴടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ജെയിംസ് സാറും നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി, പറഞ്ഞു തരികയുണ്ടായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഈ ക്ലാസ് ശ്രവിച്ചിട്ടുള്ള ഓരോരുത്തർക്കും, ഓരോ കുട്ടികൾക്കും നിങ്ങൾക്കത് വളരെ ഉപയോഗപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഭാവി ഞാൻ നേർന്നുകൊണ്ട് ഇതിന് പിന്നാലെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.